നമുക്കിന്ന് പ്രധാനമായിട്ടുള്ള 3 സ്റ്റേജുകൾ ലൈഫിൽ 3 എസ് ഓർത്താൽ മതി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ജോലി ആവട്ടെ ബിസിനസ് ആവട്ടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, തുടങ്ങി വെച്ചു. നമ്മൾ ആദ്യത്തെ എസ് സ്റ്റാൻഡ്സ് ഫോർ സർവൈവൽ. നമ്മൾ ജസ്റ്റ് ഒരു സർവൈവൽ എന്ന് പറയുന്ന ഒരു മോഡലാണ്. സർവൈവ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് നിലനിന്ന് പോവുക, അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിച്ച് പോവുക എന്നുള്ളൊരവസ്ഥയാണ്. ഇവിടെ എത്തുമ്പോൾ ഈ സ്റ്റേജ് മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ പലർക്കും സാധിക്കില്ല. അതുകൊണ്ടാണ് പലരും ആദ്യത്തെ കുറച്ച് ആഴ്ചകളിലോ മാസങ്ങളിലോ തന്നെ ബിസിനസ് ആണെങ്കിലും മറ്റുള്ള എന്തെങ്കിലും വ്യാപാരങ്ങളാണെങ്കിലും ഇട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നും. പക്ഷേ സ്ലോലി നമുക്കൊരു സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സ്റ്റേജിലേക്ക് എത്തും. അതാണ് രണ്ടാമത്തെ എസ്. സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു സെക്യൂറായി, നമ്മൾ ഒരു സുരക്ഷിതത്വ ബോധം നമുക്ക് വരും. അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് മൂവ് ചെയ്തു, ഓക്കെ. പക്ഷേ എന്നിരുന്നാലും ഒരു കളർഫുള്ളായിട്ടുള്ള രീതിയിലുള്ള ഒരു സംവിധാനമായെന്ന് ചോദിച്ചാൽ ഇല്ല. അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മൂന്നാമത്തെ എസ്സിലേക്ക് എത്തണം. അത് സർപ്ലസ് ആണ്. ഈ സർപ്ലസ് എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ റവന്യൂ കൂടി, അല്ലെങ്കിൽ വരുമാനം നല്ലോണം കൂടി, നമ്മുടെ കോസ്റ്റൊക്കെ ഒരുമാതിരി കൺട്രോളിൽ വന്നു, കുറേ സർപ്ലസിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയി, ഹൈ പ്രോഫിറ്റ്സിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോയി. അപ്പോൾ ടുഡേ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഏത് സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ബിസിനസ്സിൽ നിങ്ങളിപ്പോൾ ആദ്യത്തെ സ്റ്റേജിലാണെങ്കിൽ പോലും ക്ഷമ കാണിക്കുക, ഒന്ന് പേഷ്യൻ്റ് ആവുക. ആ പേഷ്യൻസ് പേഷ്യൻസ് ഡെഫിനറ്റ്ലി വിൽ പേ. പേഷ്യൻസ് വിൽ പേ. ഒന്ന് ക്ഷമയോടുകൂടി നിൽക്കുക. ബിസിനസ്സിൽ വേണ്ട അല്ലെങ്കിൽ ജോലിയിൽ വേണ്ട കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. യു ആർ ഗെറ്റിംഗ് ഇൻ ടു സർപ്ലസ് മോഡ് ഗ്രാജുവലി ഇൻ ടു യുവർ ലൈഫ്. ഓക്കെ, താങ്ക്സ് എ ലോട്ട്.